ഇപ്പോഴും ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതിൽ അതിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വർക്കിൽ കൂടുതൽ ഞാൻ ഡ്രസ്സിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ചെടികൾ ഇഷ്ടമാണ്, അതുകൊണ്ട് ഫ്ലോറ ഫോണ കൺസെപ്റ്റ് എൻ്റെ വർക്ക്സിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അനുഭവിച്ച ഒരു ഫീലിങ്സ് എൻ്റെ വർക്കിലൂടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, മെയിലിൽ നിന്ന് ഒരു ഫീമെയിലേക്കുള്ളൊരു ചേഞ്ച്. അപ്പം മെയിലിനെ ഒരു പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും മെറ്റീരിയൽസ് സ്ട്രോങ് ആയിട്ട് എടുക്കുന്നത്. ആ സ്ട്രോങ് മെറ്റീരിയൽ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ ലോകത്തുള്ള എല്ലാം ഉണ്ടാവും ഹെട്രോസെക്ഷൽ ആയിട്ടാണ്. ഈ ഹെട്രോയിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈസെക്ഷലോ അല്ലെങ്കിൽ ഗേ മെൻറ്റാലിറ്റി ട്രാൻസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവർ സൊസൈറ്റിയെ പേടിച്ചിട്ട് പറയാതെ ഹൈഡ് ചെയ്ത് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രോക്ക് ചെയ്തത്. കാര്യം ആദ്യമായിട്ട് ഞാനിങ്ങനെ ട്രാൻസിഷൻ നടന്നപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇട്ട ഒരു ഡ്രസ്സാണ് ആ ഫ്രോക്ക്. ആ ഫ്രോക്കാണ് ഞാൻ ചെയ്ത ഫ്രോക്ക്. ആദ്യമായിട്ട് ഞാനൊരു ഫീമെയിൽ ഡ്രസ്സ് ഇട്ട് പുറത്ത് പോയപ്പം എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും ഇത് ഇടാൻ പറ്റാതെ മരിച്ചു പോയല്ലോ കുറേ പേര്. അപ്പം എനിക്ക് ആ ഭാഗ്യം കിട്ടി. അപ്പോൾ അങ്ങനെ ഭാഗ്യം കിട്ടാതെ മരിച്ചു പോയവർക്കും അവർക്കും വേണ്ടിയിട്ടൊക്കെ എല്ലാം ഒരു ഡെഡിക്കേഷനായിരുന്നു ആ വർക്ക്. ഈ മാലയെന്ന് പറയുന്നത് ഹെട്രോസെക്ഷൽ ആൾക്കാർക്ക് ഒരു അവരുടെ വീട്ടുകാർ ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് കല്യാണം നടക്കും. പക്ഷെ അതുപോലെ ഒരു ട്രാൻസിൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വീട്ടുകാർ അങ്ങനെ സന്തോഷത്തോടു കൂടി ട്രാൻസിനെ കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുപോകത്തില്ല. അപ്പം ഞാൻ എൻ്റെ ചെറുതിലേ കണ്ടിട്ടുണ്ട് പല വീട്ടിലും കല്യാണം കഴിഞ്ഞിട്ട് അവർ മാല ഇങ്ങനെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ മാല ഇങ്ങനെ ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന മുറിക്കകത്ത്. അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ എന്ന് തൂക്കിയിടാൻ പറ്റുമോ എനിക്കിങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നൊരു ഡ്രീമാണ്. പക്ഷേ നമ്മുടെ ട്രാൻസിൻ്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ അതൊരു ഡ്രൈഡ് ഫ്ലവർ പോലെയാണ്, ഉണങ്ങിയ പോലെ. ഓർക്കുമ്പോൾ മാത്രമേ ഉണ്ടാവില്ല കളർഫുള്ള്, പക്ഷേ റിയാലിറ്റിയിൽ എല്ലാം ഡ്രൈഡാണ്, ഉണങ്ങിപ്പോയ ഡ്രീം പോലെ. സത്യം പറഞ്ഞാൽ അതാണ് ആ കൺസെപ്റ്റാണത്. ഇനിയുള്ള പ്ലാന് ട്രാൻസിനുള്ള ഫീലിങ്സ് ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വെച്ചിട്ടാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്. പുതിയ എൻ്റെ ഒരു ലേറ്റസ്റ്റ് വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ബ്രൈഡ് എന്നും പറഞ്ഞിട്ടൊരു വർക്കാണ്. അതൊരു റൂം ഫുള്ള് വരുന്നൊരു വെഡ്ഡിങ് ഗൗണാണ്. അത് ആ ബ്രൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെലിബ്രേഷൻ ഓഫ് വുമൺഹുഡാണ്. ഈ സർജറി എല്ലാം കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണോ ആവാൻ ആഗ്രഹിച്ചത് അതുപോലെ ആയിട്ട് നമ്മൾ രണ്ടാം ജന്മം എന്നും പറഞ്ഞൊരു ഹാപ്പി ആയിട്ട് ഫീമെയിലായിട്ട് ജീവിച്ചു തുടങ്ങുമല്ലോ, അപ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം, ഞാൻ ഫീമെയിലായി എന്നുള്ള സന്തോഷം, ആ ഒരു സെലിബ്രേഷൻ ഓഫ് വുമൺഹുഡ്